തിര ഇപ്പം ഇപ്പം എന്നോട് ചോദിക്കാൻ തിരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫാമിലി അഫെയറാണ്. കാരണം വെച്ചാൽ ഏട്ടൻ, ഞാൻ, ഞങ്ങളുടെ കസിൻ, പുള്ളിയാണ് സ്ക്രീൻ പ്ലേ. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു ഫാമിലി മൂവിയാണ് സത്യം പറഞ്ഞത്. കാരണം ഞങ്ങൾ ഈ തുടക്കം മുതലേ ഇപ്പോൾ ഏട്ടനും പുള്ളി ഒരു പടം ചെയ്യാൻ ഓൾറെഡി തീരുമാനിച്ചിരുന്ന സമയമാണ്. കഴിഞ്ഞ വർഷം തടത്തിന് മരത്തിന് മുന്നേ ഒരു പടം ചെയ്യണം, അവരൊരുമിച്ചൊരു പടം വെച്ചാൽ പുള്ളി എൻ്റെ കസിൻ എഴുതും, ഏട്ടൻ ഡയറക്റ്റ് ചെയ്യും, അതായിരുന്നു ഒരു പ്ലാൻ. അപ്പോൾ അന്ന് അവർ സംസാരിച്ചതിൻ്റെ ഒടുവിലാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഏട്ടൻ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ നീ അഭിനയിക്കുമല്ലോ അല്ലേ എന്ന്. അപ്പോൾ അന്നാണ് സത്യം പറഞ്ഞാൽ തിര ഉണ്ടാകുന്നത്. വെച്ചാൽ നമ്മൾ 3 പേരും വെച്ചാൽ ഞങ്ങൾ 3 ബ്രദേഴ്സ് 3 പേര് സംസാരിച്ച് ഒരു രാത്രി ഭക്ഷണം കഴിച്ച് നമ്മൾ രാത്രി സംസാരിക്കുന്നതിൻ്റെ ഒരു രാത്രിയാണ് തിര ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണ് തിര എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ഫാമിലി, ടോട്ടൽ ഫാമിലി അഫെയർ. അത് എനിക്കിപ്പോഴും അറിയില്ല സത്യം പറഞ്ഞാൽ. എന്ത് വിശ്വാസത്തിൽ എന്ത് കണ്ടിട്ടാണെന്ന് ഞാൻ ഇപ്പോൾ പലരോടും പറഞ്ഞിട്ടുണ്ട്, എന്ത് കണ്ടിട്ടാണ് എന്നെ വിളിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലാണ് അവസാനത്തെ ഞാൻ സ്റ്റേജിൽ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നത്. അതും എനിക്ക് ഓർമ്മ പോലുമില്ല അതിന് എപ്പോഴാണ് ഞാൻ സ്റ്റേജ് ചെയ്തതെന്ന് പോലും. അപ്പോൾ അവിടുന്ന് പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഈ കോഴ്സിൻ്റെ ഒരു ഭാഗം, ഞാൻ വിസ്കോം എടുത്തായിരുന്നു. അപ്പോൾ എൻ്റെ കോഴ്സിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ. അപ്പോൾ ആ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ തന്നെ എഴുതി, തമിഴിലായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ എഴുതി. അപ്പോൾ ഏട്ടനെ കേൾപ്പിച്ചു. അപ്പോൾ ഏട്ടൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആരഭിനയിക്കും എന്നുള്ള ചോദ്യം വന്നപ്പോൾ ഞാൻ തന്നെ നമ്മൾ അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിം നമ്മൾ തന്നെ അഭിനയിച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ തന്നെ അഭിനയിച്ചു. അപ്പോൾ അത് വളരെ മോശമായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ അഭിനയിച്ച് കണ്ടപ്പോഴും എനിക്ക് തോന്നി എന്താണ് മോശം, എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി. ചിലവരൊക്കെ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ലടാ, നിനക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും എനിക്ക് നമ്മളെ കാണുമ്പോൾ നമ്മളെ വിലയിരുത്തുമല്ലോ. അപ്പോൾ നമ്മൾ മോശമാണ്. അപ്പോൾ എനിക്കിത് ഏട്ടനെ കാണിക്കാൻ പോലും മടി. കാരണം ഇത് കണ്ടിട്ട് പിന്നെ പുള്ളിക്ക് വിഷമമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു കണ്ടില്ലെങ്കിലും പുള്ളി വെച്ചോണ്ടോ കുഴപ്പമില്ലാതെ ചെയ്തു. അപ്പോൾ ഈ കാണിക്കാത്തൊരു സംഭവമുണ്ട്. പക്ഷേ ഇത് പുള്ളി എവിടുന്നോ കണ്ടു, എൻ്റെ ലാപ്ടോപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഞാനില്ലാത്ത സമയത്ത് എപ്പോഴും എൻ്റെ ലാപ്ടോപ്പ് നോക്കിയപ്പോൾ കണ്ടു എന്നൊക്കെയാണ് പുള്ളി എൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ എൻ്റെ കസിൻ രാകേഷ് എന്ന് പറഞ്ഞ പുള്ളി എന്നെ അസിസ്റ്റ് ചെയ്തിരുന്നു ഇതിനകത്ത്. അപ്പോൾ പുള്ളി ഏട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ധ്യാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഏട്ടൻ ഇപ്പോഴും ചേട്ടൻ ചോദിച്ച പോലെ ഇപ്പോൾ എന്ത് വിശ്വാസം, അത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഞാൻ ഏട്ടനോട് എനിക്കും അറിയില്ല അത് ഏട്ടനെന്ത് വിശ്വാസത്തിൽ, അത് ഏട്ടനോട് തന്നെ ചോദിക്കണം. ഞാനൊന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ ആദ്യം പടം പ്ലാൻ ചെയ്യുമ്പോൾ ശോഭന മാമിൻ്റെ ഒരു ക്യാരക്ടർ, ഇൻഫാക്റ്റ് കഥയുടെ തുടക്കത്തിൽ ശോഭന മാമിൻ്റെ ഒരു ക്യാരക്ടർ ഹീറോ സെൻട്രിക് എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് നമ്മൾ ആലോചിക്കുന്നത്. പിന്നെ ഒരു ലെയറായിട്ടാണ് ശോഭന മാമിൻ്റെ ഒരു ക്യാരക്ടർ, ലേഡി ക്യാരക്ടർ വരുന്നത്. അങ്ങനെ ആ ലേഡി ക്യാരക്ടറിന് ഒരു ഐഡിയ, ഒരു പ്ലാൻ വന്നപ്പോൾ തുടങ്ങി ഞങ്ങളുടെ ഏട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്ന ശോഭന മാം തന്നെയാണ്. അപ്പോൾ ശോഭന മാം അല്ലെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ അവരുടെ ഒരു ലെയറും കൂടെ വന്നപ്പോൾ പിന്നെ അവരിലൂടെയായി കഥ. ഇപ്പോൾ അവരുടെ കഥയാണത്, അവരുടെ കഥയിൽ ഞാനും ഒരു ഭാഗമാണ്, അങ്ങനെയാണ്. അപ്പോൾ അവരുടെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ അതൊരു ഭയങ്കര ആഡഡ് പിന്നെ ഒരു ബൂസ്റ്റായി, ഒരു പ്ലസ്സായി. പിന്നെ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടെ വന്നത് കൊണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പ്രോജക്റ്റിനൊരു വാല്യൂ ഉണ്ടായത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉണ്ടായത്, കഥയ്ക്കൊരു ഇതുണ്ടായത്, അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര മൊണോട്ടോണസ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ട് അങ്ങ് പോയേനെ. അപ്പോൾ പിന്നെ അവരുടെ കൂടെ ഉള്ള അഭിനയിക്കുക. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര എന്ന് വെച്ചാൽ അവരിഷ്ടപ്പെടുമോ, അവർക്ക് ഇഷ്ടമാവുമോ. അപ്പോൾ ടെൻഷനായിരുന്നു. ചേട്ടൻ ഇപ്പോൾ കഥ പറയുമ്പോൾ പോലും കാരണം അവർ പടം ചെയ്യാറില്ല, ഭയങ്കര ചൂസിയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ പടം ചെയ്തു. ആ പടം അവർ കമ്മിറ്റ് ചെയ്യുന്ന ദിവസം തൊട്ടിട്ട് കമ്മിറ്റ് ദിവസം എനിക്കായിരുന്നു ടെൻഷൻ. കാരണം ഇനിയിപ്പോൾ അവരോട് അഭിനയിക്കണം, സ്ക്രീൻ സ്പേസ് അവരോട് സ്ക്രീൻ ഷെയർ ചെയ്യണം. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്ന് വെച്ചാൽ ടെൻഷനുണ്ടായിരുന്നു, പിന്നെ എന്താ പറയണ്ടേ, ഹാപ്പി ആയിരുന്നു. കാരണം അവരോട് തന്നെ ഫസ്റ്റ് പടം വർക്ക് ചെയ്യുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എളുപ്പമായി. ഞാൻ പറഞ്ഞുതരാം. അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് ഇൻഫാക്റ്റ് ഈ പടമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു ഹെൽപ്പ് ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതായിരുന്നു ഏറ്റവും വലിയ ഹെൽപ്പ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ധ്യാൻ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ധ്യാൻ അങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം അവരങ്ങനെ പറയുമ്പോൾ അത് തെറ്റാണെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് തെറ്റാകുമ്പോൾ നമ്മൾ റെക്ടിഫൈ ചെയ്ത് നന്നായി ചെയ്യാൻ നോക്കും, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോൺഷ്യസ് ആവും. അപ്പോൾ സത്യം പറഞ്ഞാൽ അവരെൻ്റെ അടുത്ത് ടിപ്സോ അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്നത് ടിപ്സ് തന്നോ, മാം എന്താ പറഞ്ഞത്,
അവരെനിക്ക് ഒരു ടിപ്സോ അല്ലെങ്കിൽ മാം എനിക്ക് ഇങ്ങനെ ചെയ്യണം, നമുക്ക് ഈ ഷോട്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ പെർഫോം ചെയ്യണം ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. ഇൻഫാക്റ്റ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ചോക്ലേറ്റ് കഴിക്കാം, നമുക്ക് ഐസ്ക്രീം കഴിച്ചാലോ. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എന്നുവെച്ചാൽ എല്ലാവരുടെ അടുത്തും, സെറ്റിൽ എല്ലാവരുടെ അടുത്തും ഭയങ്കര ആക്റ്റീവായിരുന്നു, ഭയങ്കര ലൈവായിരുന്നു മാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെങ്ങനെയായിരുന്നോ അതുപോലെയായിരുന്നു അവർ വന്നത്. അപ്പോൾ അവരൊരു ആക്ട്രസ് ആണെന്നുള്ളൊരിതോ ഒന്നും അവർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ചെറിയ ചെറിയ സംസാരങ്ങളും ഈ ടോക്സും കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ എനിക്കൊരു പടം ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഇങ്ങനെ അങ്ങനെ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയാവും. അപ്പോൾ അവർ ബാക്കിയുള്ള സിനിമ ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യത്തിനെ പറ്റി അവരെൻ്റെ സംസാരിച്ചിട്ടുണ്ട്, ആ സിനിമ ഒഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ആ സിനിമയെ പറ്റി വല്ലതും സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയി. അവർ ഏട്ടൻ എന്ത് പറയുന്നു, അവരും ഒരു ഇൻ്റർഫിയറൻസും ഇല്ല. ഇപ്പം ഡയറക്ടർ എന്ത് പറയുന്നു അത് കേൾക്കുക. ഞാനും ചെയ്തിരുന്നത് അതാണ്, ഏട്ടൻ എന്ത് ചെയ്യുന്നത്. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാമിൻ്റെ കൂടെ. കാരണം എൻ്റെ കോമ്പിനേഷൻസ് മാക്സിമം മാമിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം സിനിമയെ പറ്റി സംസാരിക്കാതിരിക്കുക, അതായിരുന്നു ഏറ്റവും വലിയ ഹെൽപ്പ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാം ആ സീനിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം അത്രയും എന്താ പറയണ്ട എക്സ്പ്രസീവാണ് അവർ. എന്ന് വെച്ചാൽ അവരുടെ കണ്ണിലോട്ട് അവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാം ആ സീനിൽ ഞാൻ എന്ത് ചെയ്യണം. വെച്ചാൽ അത് ഞാൻ ജസ്റ്റ് കോംപ്ലിമെൻറ്റ് ചെയ്താൽ, ഞാൻ ബിഹേവ് ചെയ്താൽ മാത്രം, ഞാൻ റിയാക്ട് ചെയ്താൽ മതി. മാം എന്ത് ചെയ്യുന്നോ അതിന് റിയാക്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ കൂടെയുള്ള ആൾ നമ്മളെക്കാളും നന്നായ ഒരാളാണെങ്കിൽ അത് നമ്മളിലോട്ടും റിഫ്ലക്റ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളും നന്നാവും. അല്ലാണ്ട് നമ്മളൊരു കൂടെയുള്ള ഒരാൾ വളരെ മോശമാണ്, നമ്മളും മോശമായി പോകും. അപ്പം എൻ്റെ കൂടെയുള്ള ഒരാൾ അത്രയും ക്വാളിറ്റിയിലുള്ള നിൽക്കുന്നത്, അപ്പം ഞാനും അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് കോംപ്ലിമെൻറ്റ് ചെയ്തു. അവരെന്ത് ചെയ്തോ അതിന് ഞാൻ റിയാക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സീനിൽ ഇപ്പോൾ ഏട്ടൻ ഡിസ്ക്രൈബ് ചെയ്തു ഇതെങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഞാൻ നോക്കുന്നത് മാമിൻ്റെ മുഖത്തോട്ടം അല്ലെങ്കിൽ മാമിൻ്റെ കണ്ണിലോട്ട് നോക്കിയാൽ മതി. അപ്പോൾ എനിക്കറിയാം ഓക്കെ ഇതാണ് ഡയലോഗ് പഠിക്കുക, മാമിൻ്റെ മുഖത്ത് നോക്കുക, എനിക്ക് മനസ്സിലാവും. അത്ര ഈസി ആയിരുന്നു. ആ രീതിയിൽ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു മാമിൻ്റെ. നമുക്ക് ടെൻഷൻ അതൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു, ഒരു ഫസ്റ്റ് ദിവസം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം കൊണ്ട് മാം ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ എളുപ്പമായിട്ട് എനിക്ക് തോന്നി.